ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോ ആണേ. അപ്പം തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗ്. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നായിരുന്നു പ്ലാൻ. അതിനനുസരിച്ച് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു. പക്ഷേ പ്ലാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. തലേന്ന് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങി. ഒന്നുകിൽ ഇസ അല്ലെങ്കിൽ ലൂക്കാച്ചൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. ഇത് രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. ഞാനാണ് എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 7:45 കഴിഞ്ഞു എഴുന്നേറ്റപ്പം. അപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ബാക്കി പാക്ക് ചെയ്യാനുള്ളതെല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു 10 മണിക്ക് മുന്നേ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ ലൂക്കാസിന് വേണ്ടി ഇച്ചിരി പാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ചായ ഉണ്ടാക്കുകയാണേ. ലൂക്കാസിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റസ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഇച്ചിരി പാൽ തിളപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചായയും വയ്ക്കുന്നുണ്ട്, കാലി ചായ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ചായയെല്ലാം വേഗം കുടിച്ച ശേഷം എല്ലാം ബാക്കി എടുത്ത് വയ്ക്കാനുള്ളതും പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. നമ്മൾ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും അലങ്കോലമായി കിടക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എല്ലാം വൃത്തിയിലെടുത്ത് വയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അതുപോലെ ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. തലേന്ന് ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലൂക്കാച്ചൻ വന്നിട്ടുണ്ട്. ലൂക്കാച്ചൻ എന്നെ അന്വേഷിച്ച് വന്നതാണ്. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ആകുമ്പോൾ അവന് റസ്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചേക്കുക. അപ്പോൾ എന്തായെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ് ആൾ. അങ്ങനെ അപ്പോൾ ഞാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സേന പ്രഗ്നൻ്റ് ആയ ശേഷം എനിക്ക് ലൂക്കാസിനെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല. ഇപ്പം ഡെലിവറിയൊക്കെ കഴിഞ്ഞ് 3 മാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴല്ല, എടുക്കാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടം. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എടുക്കും അമ്മ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കൊക്കെ എന്താ അറിയില്ല, പുറമെ കാണിക്കാനും പറ്റില്ല, ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം ആ വിഷമമൊക്കെ തീർന്നു. ഇപ്പോൾ എടുക്കാൻ ഭയങ്കര കൊതിയാണ്. എനിക്ക് ഭയങ്കര കൊതിയുണ്ടായിരുന്നു എടുക്കാനായിട്ട്. പക്ഷെ ലൂക്കാസിന് അതിലേറെ കൊതിയുണ്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരും ഉള്ളത് കൊണ്ട് അതങ്ങ് മാനേജ് ചെയ്ത് പോകുന്നു. പക്ഷെ നമുക്കുള്ളിലൊരു വിഷമം ഉണ്ടാവത്തില്ലേ കൊച്ചിനെടുക്കാൻ പറ്റാത്തതിൻ്റെ, അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറിയിട്ടോ. ഇപ്പോൾ എടുക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് അതൊരു സന്തോഷം. അപ്പം ബാക്കി അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ആ റൂമിൽ വന്നാണ്. ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം, ബാക്കി കാര്യങ്ങൾ എടുത്ത് വെക്കണം. ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇനി നടക്കത്തില്ല. ഇപ്പം തന്നെ ഏകദേശം 9 മണി കഴിഞ്ഞു. അത്യാവശ്യം നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 11 മണി 11:30 ആകുമായിരിക്കും ഇറങ്ങുമ്പോഴത്തേക്കും. നമ്മൾ ഇറങ്ങാൻ താമസിക്കുന്ന പോലെ അവിടെ എത്താൻ ലേറ്റാവും. അതാണ് പ്രശ്നം. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ലഞ്ചൊക്കെ എനിക്ക് പുറത്ത് കഴിക്കാൻ ഇച്ചിരി പാടാണ്. വീട്ടിലൊക്കെ ആകുമ്പം ആരുടെ കയ്യിലെങ്കിലും കൊടുത്തിട്ടൊക്കെ കഴിക്കാമല്ലോ. പക്ഷേ അതിപ്പോൾ ഏതായാലും ലഞ്ച് പുറത്തുനിന്ന് തന്നെ കഴിക്കേണ്ടി വരും. ഞാനൊരു 2 മാസത്തേന് നിൽക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അത്യാവശ്യം അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ എത്ര മാക്സിമം കുറച്ചെന്ന് പറഞ്ഞാലും പിള്ളേരുടെ ഉണ്ടാവുമല്ലോ കുറേ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം അമ്മമാർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര എടുത്തു കഴിഞ്ഞാലും എത്ര മാറ്റി വെച്ച് കഴിഞ്ഞാലും എന്നാലും ഉണ്ടാവും പെട്ടി നിറയെ സാധനങ്ങൾ. ഞാൻ ഡ്രസ്സെല്ലാം ചെയ്തു. ചെറിയൊരു മേക്കപ്പ് സെക്ഷനാണ്. കാര്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് പിരികെ ഒന്ന് എഴുതി കൊടുക്കും, പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടും. അതാണ് എൻ്റെ മെയിൻ മേക്കപ്പ്. അതിടുമ്പോൾ തന്നെ ഒരു ആശ്വാസം. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടിയ പോലെയാണ്. എനിക്ക് പൊതുവേ മുടി ഇങ്ങനെ അഴിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കെപ്പോഴും ഇങ്ങനെ കെട്ടി വയ്ക്കണം. ഒന്നുകിൽ എൻ്റെ ഷോൾഡറിലൊന്നും തട്ടാതെ അങ്ങനെ മുടി അഴിച്ചിടുമ്പോഴത്തേക്ക് അതൊരു ഇറിറ്റേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കാണാൻ ഇഷ്ടമാണ് അഴിച്ചിടുന്നതൊക്കെ. പക്ഷേ എനിക്കതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് ഞാനിങ്ങനെ ബൺ ഹെയർ ആയിട്ട് കെട്ടുന്നത് എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കിയിട്ടിങ്ങനെ
കെട്ടി വയ്ക്കുന്നതാണ്. അതാണ് എൻ്റെ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയാം. ഈ ഹെയർ സ്റ്റൈൽ എൻ്റെ ഫേസിന് എത്രത്തോളം മാച്ചിങ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കാലാകാലങ്ങളായി ഞാൻ ഈ ഹെയർ സ്റ്റൈലാണ് പിന്തുടർന്ന് വരുന്നത്. അപ്പോൾ ഞാനിപ്പം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ അറിയില്ല, എണ്ണ കൂടുതലായിരുന്നു തോന്നുന്നു. തലേന്ന് അത്യാവശ്യം നല്ല എണ്ണ വെച്ചിട്ടാണ് കുളിച്ചത്. അപ്പോൾ ചിലപ്പം ആ എണ്ണയുടെ ആണെന്തോ നന്നായിട്ടിരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കുട്ടി മേക്കപ്പും ഹെയർ സ്റ്റൈലെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി പിള്ളേരെയൊക്കെ ഒരുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റോഡ് കണ്ടോ, നല്ല ഭംഗിയില്ലേ? മഴക്കാലത്ത് ഇതിൽ പോകാൻ നല്ല ഭംഗിയാട്ടോ, നല്ല രസമുണ്ട്. ചെറിയ ചെറിയ അരുവിയൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഈ വഴി കൂടെ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വഴി കൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഈ വഴി ഞങ്ങൾ പോകുന്ന കേട്ടോ. കണ്ട ആ വഴിയിൽ ഈ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ പുഴയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവുമല്ലോ. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. ഞാൻ ഈ ലേസ് വാങ്ങിച്ചു കേട്ടോ. ഈ ലേസ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പോൾ ലൂക്കാച്ചന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത്. ജോ ചോറാട്ടോ കഴിച്ചത്. അങ്ങനെ ലൂക്കാച്ചൻ ഇച്ചിരി പായസവും ഇച്ചിരി ബിരിയാണിയൊക്കെ കഴിച്ചു. ഇത് കണ്ടോ, വഴിക്ക് തന്നെ ഒരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ പണ്ട് മുതൽ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം. കാരണം ഈ വഴിക്കാണ് മമ്മിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത് പണ്ട് ചെറുപ്പത്തിൽ, കുഞ്ഞായിരുന്നൊക്കെ പോകും. അപ്പോൾ അപ്പോഴേ ഉണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടമൊക്കെ. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ ഇറങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ, അതായത് ലൂക്കാസിനെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറ്റുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവന് വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ കയറത്തില്ല. പിന്നെ കുറേ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. അത്ര നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ചെറുതായിട്ട് പെയ്ത് പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് നല്ല മഴയായിരുന്നു. അതായത് എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഞങ്ങളൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. കണ്ടോ ലൂക്കാച്ചൻ്റെ സന്തോഷം. ലൂക്കാച്ചനും മമ്മിയും ഭയങ്കര കൂട്ടാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ മമ്മിയുടെ കൂടെയാണ്. അപ്പം അങ്ങനെ പിന്നെ ചായയെല്ലാം കുടിച്ചു. എഗ് പപ്സ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഉറക്കാൻ കിടത്തി.